രീതി ഉണ്ടായിരുന്നു, അതിൻ്റേതായ ഒരു ഭംഗിയും എല്ലാം ആ ഒരു പ്ലേക്ക് ഉണ്ടായിരുന്നു. അത് നന്നായി തന്നെ പോയി. ഓക്കെ, ഇനി അടുത്തത് മാമിൻ്റെ കുടുംബവിശേഷം അല്ലെങ്കിൽ ജീവിത വിശേഷങ്ങളിലേക്ക് പോകാം. മക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് 2 കുട്ടികളാണ്. മോള് മൂത്തയാൾ മേജർ അശ്വതി ഗണപത്, ഹസ്ബൻഡ് കേണൽ പ്രിൻസ് ബി രമേശ്. അതുപോലെ പിന്നെ മോൻ ഡോക്ടർ രവീന്ദ്രസ് ഗണപത്, യൂറോളജിസ്റ്റാണ്. പിന്നെ അടുത്തത് മരുമകളാണ്. മരുമകൾ മെഡിക്കൽ കോളേജിലാണ് DM ചെയ്യുന്നു. DM കഴിഞ്ഞു. DM ആണ് എൻഡോക്രിനോളജിസ്റ്റ്. ഇതാണ്. പിന്നെ 3 പേരക്കുട്ടികളുണ്ട്. 3 പേരും ആൺകുട്ടികളാണ്, കൊച്ചുകുട്ടികൾ. പിന്നെ ഹസ്ബൻഡിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം റിട്ടയർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. അദ്ദേഹവും പ്രഗത്ഭനാണെന്ന് തന്നെ പറയാം പല പല കാര്യങ്ങളിലും. പിന്നെ എന്നെ ഈ കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കുന്നതിൽ ഏറ്റവും വലിയ സന്തോഷമാണ് എനിക്ക്. അദ്ദേഹം എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ഹസ്ബൻഡിന്റെ സപ്പോർട്ടൊക്കെ എങ്ങനെയാണ്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ സപ്പോർട്ടാണ് എനിക്ക് കൂടുതൽ. എന്നാലല്ലേ എനിക്കിങ്ങനെ ഓരോന്നോരോന്നും ചെയ്യാൻ പറ്റുള്ളൂ. മാമിന്റെ പുതിയ വെബ് സീരീസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ആക്ച്വലി ഞാൻ 2 വർഷം ഏകദേശം, എനിക്കൊന്ന് 2 വർഷമായോ, ഏകദേശം 2 വർഷത്തോളം ആവാറായി തോന്നുന്നു. കുറേ വെബ് സീരീസ് ചെയ്യുന്നുണ്ട്. വെബ് സീരീസ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എവിടെ ചെന്നാലും അറിയപ്പെടുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ഞാൻ ചെന്നൈ പോയപ്പോൾ അവിടെയും എന്നെ അറിയുന്നവരുണ്ടായിരുന്നു, കാണുന്നുണ്ട്, സന്തോഷം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം ഒത്തിരി വെബ് സീരീസ് ചെയ്യുന്നുണ്ട് ഞാൻ. ഹോമീസാണ് മെയിൻ. ഹോമീസിലെല്ലാത്തിലും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അവരുടെ തന്നെ 2ാമത് ഇപ്പോൾ തുടങ്ങി. പിന്നെ SKJ, മല്ലു ഒറിജിനൽസ്, പിന്നെ ചിമ്മിനി എന്ന് പറയുന്നത്. ആദ്യം ആക്ച്വലി തുടങ്ങിയത് നമ്മുടെ ചിറ്റാറ്റ് എന്ന് പറയുന്നതാണ് തുടങ്ങിയത്. പക്ഷെ എനിക്ക് ഏറ്റവും വലിയൊരു വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യുന്നത് കേട്ടോ. പക്ഷേ പിന്നെ പ്രേക്ഷകർ അത് എനിക്ക് അപ്പോൾ ആദ്യം തോന്നും, ചിലർ എന്നോട് പറയും ഇത്രയൊന്നും ആവണ്ടെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ പലരുമായിട്ട് സംസാരിക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുന്നത് ആക്ടിങ് നന്നായിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഞാൻ വിചാരിക്കും ഈ നെഗറ്റീവ് ക്യാരക്ടർ ആയതുകൊണ്ടാണ് നമുക്കത് അത്രയും ചെയ്യാൻ പറ്റുന്നത്. പോസിറ്റീവ് ക്യാരക്ടറിന് അത്രയും നമുക്ക് വലുതായിട്ട് ചെയ്യാനായിട്ട് കാണില്ല എന്ന് തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നും. പക്ഷെ എല്ലാവരും വളരെ നല്ല അഭിപ്രായമാണ് പുറമേ കാണുമ്പം പറയുന്നത്. അതും ഒരു ഭയങ്കര സന്തോഷമാണ്. കാര്യം അതും അഭിനയമാണ്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു പ്ലേ എന്നോ സിനിമയും ചെയ്യുന്നുണ്ട്, സിനിമയെന്നോ. പക്ഷേ ഞാൻ ഒന്നിനും വേണ്ടി കാത്തിരിക്കാറില്ല. എനിക്ക് വരുന്ന അവസരങ്ങൾ എൻ്റെ ഫാമിലി, എനിക്ക് ബന്ധമാണ്, കുടുംബത്തിലെ കാര്യങ്ങളാണ് എനിക്ക് ഫസ്റ്റ് പ്രയോറിറ്റി. അപ്പോൾ എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾക്ക് കുഴപ്പം വരാത്ത രീതിയിൽ വരുന്ന ഏത് കാര്യവും ഞാൻ ചെയ്തു പോകുന്നു. അതാണ്.